സമൂഹത്തിന് മാതൃകയായി കുരുന്നുകൾ. തിരുവനന്തപുരം പാലോട് ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ സമ്പാദ്യക്കുടുക്കുകളിലെ മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കുട്ടികൾ കൈമാറിയത് ജന്മദിനത്തിനും നേർച്ചയ്ക്കും വിഷുവിന് കിട്ടിയ കൈനീട്ടവും ഓണക്കോടിക്കും മാറ്റിവെച്ച തുക. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ചേർന്ന് സമാഹരിച്ച പണം സ്കൂൾ ഹെഡ് മിസ്റ്റർ സാജിദ AS ഏറ്റുവാങ്ങി. തിരുവനന്തപുരം നെടുമങ്ങാട് 7ാം ക്ലാസ് വിദ്യാർത്ഥി സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക്. ഹിന ഷിബുവിന് പുറമെ സാമ്പ്രാണിക്കൊടി യാത്രയ്ക്ക് സ്വരുക്കൂട്ടിയ പണം 3ാം ക്ലാസ് വിദ്യാർത്ഥി നക്ഷത്ര ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തുക മുൻ നഗരസഭാ ചെയർമാനും CPM പൂവത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R മധു ഏറ്റുവാങ്ങി. കൊല്ലം ചിതറയിൽ 82 സെന്റ് വസ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി 74-കാരി ഹീരലാൽ. മകൾ നിഷിതയ്ക്കും പൊതുപ്രവർത്തകനായ അൻവർ ഷാ പാലോടിനൊപ്പമാണ് ഹീരലാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി രേഖകൾ കൈമാറിയത്. തൃശൂർ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കെട്ടിടം പൂർത്തീകരിച്ചത് കിഫ്ബി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ച്. കെട്ടിടോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ചടങ്ങിൽ മുൻ പ്രധാനാധ്യാപകൻ KV പ്രേമചന്ദ്രനെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ദേശബോധ സന്ദേശവുമായി NCCയുടെ തിരങ്ക റാലി ആരംഭിച്ചു. തിരങ്ക സംഘടിപ്പിച്ചത് എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള ബറ്റാലിയൻ. NCCയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ NCC യൂണിറ്റുകളെ ബന്ധപ്പെടുത്തി. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെയും സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ പുതിയ ലോകവും പുത്തൻ സാധ്യതകളും ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ CH അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. സിജി വളാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് PM മുജീബ് റഹ്മാൻ അധ്യക്ഷനായി. ദുരന്ത മേഖലയിൽ കൈത്താങ്ങായി തൃശൂർ ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് 1.5 ലക്ഷം രൂപ. കൊച്ചി താലൂക്ക് ഓഫീസിലെ കസേരയിൽ പാമ്പ്. പാമ്പിനെ കണ്ടത് ഇരിക്കാനായി കസേര വലിച്ചിട്ടപ്പോൾ കസേരയോട് ചേർന്നു നിൽക്കുന്ന കുഴിയിൽ നിന്ന്. കഴിഞ്ഞ ദിവസം താലൂക്ക് ഓഫീസിലെ ശുചിമുറിയിലും പാമ്പിനെ കണ്ടു. സമീപ പ്രദേശം കാട് പിടിച്ച് കിടക്കുകയാണെന്നും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമെന്നും പരാതി. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ സാഹിത്യ സെമിനാർ കോട്ടയം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. പരിപാടി മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അന്നമനട കുടുംബി കോളനി നിവാസികളുടെ ആശങ്ക ഒഴിയുന്നു. ചാലക്കുടി പുഴയോരത്തെ പാർശ്വഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് 75 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ജന്മദിനാഘോഷത്തിൽ താരമായി ജന്മദിന കേക്ക്. ചാലക്കുടി ഓറഞ്ച് ബേക്കറിയുടെ നേതൃത്വത്തിൽ 829 കിലോ തൂക്കവും 101 അടി നീളവുമുള്ള കേക്ക് നിർമ്മിച്ചു. കൂറ്റൻ കേക്കിൽ പുണ്യാളന്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിൽ നിർധനരായ ഡയാലിസിസ് രോഗികളുടെ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ കൈമാറി. പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ, തൃശൂർ അമല ഹോസ്പിറ്റൽ, തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികൾക്കാണ് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ തുക നൽകിയത്. തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് 5 തയ്യൽ മെഷീനുകളും കൈമാറി. തിരുവനന്തപുരം കൊല്ലങ്കാവ് ജംഗ്ഷനിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷം. ഓടകളിൽ മാലിന്യം നിറഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. പൊതുമരാമത്ത് എത്രയും വേഗം ഓടയിലെ മാലിന്യം നീക്കം ചെയ്ത് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ശ്രീനാരായണ ഗുരു 170ാമത് ജയന്തി ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് പറവൂർ SNDP യൂണിയനിൽ പര്യടനം നടത്തി. SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷൈജു മറക്കപ്പടി ദിവ്യജ്യോതി പര്യടനത്തിന് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് തന്റെ സമ്പാദ്യക്കുടുക്കയിലെ പണം നൽകി 7 വയസ്സുകാരി ഇസ. പണം ആലപ്പുഴ പെണ്ണുകര ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ് മിസ്റ്റസ് സൂസൻ ജോർജിനെ കൈമാറി. വയനാടിന് ആശ്വാസമായി ഓർത്തഡോക്സ് സഭ. മലങ്കര മെത്രാപ്പൊലിത്ത ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയും മെത്രാപ്പൊലിത്തമാരും സഭാഭാരവാഹികളും ക്യാമ്പുകൾ സന്ദർശിച്ചു. ദുരന്തബാധിതരെ കത്തോലിക്ക ബാവ ആശ്വസിപ്പിച്ചു.
തൃശൂർ അരിമ്പൂർ കുടുംബശ്രീയുടെ വനിതാ ജനകീയ ഹോട്ടലിലെ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക്. തുക മണലൂർ MLA മുരളി പെരുന്നല്ലി ഏറ്റുവാങ്ങി. കാപ്പ ഉത്തരവ് പ്രകാരം നാടുകടത്തിയയാൾ ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയപ്പോൾ പോലീസ് പിടിയിലായി. പിടിയിലായത് കൊടുങ്ങല്ലൂർ പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള ലോകമലേശ്വരം സ്വദേശി മുഹമ്മദ് സ്വാലിഹ്. തൃശൂർ റവന്യൂ ജില്ലയിൽ 6 മാസക്കാലത്തേക്ക് സ്വാലിഹിനെ വിലക്കിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.